പോക്സോ നിയമപ്രകാരം കുട്ടികളെ അശ്ലീലമായി ചിത്രീകരിക്കുന്ന സാമഗ്രികൾ കൈവശം വയ്ക്കുകയും കാണുകയും ചെയ്യുന്നത് കുറ്റകരമാണോ എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ മുൻപാകെ വന്ന കേസിലെ വിഷയം. അത്തരം സാമഗ്രികൾ ഡൗൺലോഡ് ചെയ്യുകയും കൈവശം വയ്ക്കുകയും ചെയ്തതിന്റെ പേരിൽ പോക്സോ നിയമപ്രകാരവും ഇൻഫർമേഷൻ ടെക്നോളജി നിയമപ്രകാരവും കുറ്റാരോപിതനായ വ്യക്തിയുടെ പേരിലുണ്ടായിരുന്ന ആരോപണങ്ങൾ ശിക്ഷാർഹമല്ലെന്ന നിലപാടിൽ അവ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിന്റെ ഗൌരവവും അതിനെ നേരിടാനുള്ള ഫലപ്രദമായ നടപടികളുടെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പ്രസ്തുത കേസിലെ ഹൈക്കോടതി വിധി റദ്ദാക്കുകയാണുണ്ടായത്. പോക്സോ നിയമപ്രകാരം കുട്ടികളെ അശ്ലീലമായി ചിത്രീകരിക്കുന്ന സാമഗ്രികൾ കൈവശം വയ്ക്കുന്നതും കാണുന്നതും ശിക്ഷാർഹമായ കുറ്റം തന്നെയാണെന്ന് കോടതി വിധിച്ചു. കുട്ടികളെ എല്ലാത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുകയാണ് പോക്സോ നിയമത്തിന്റെ ലക്ഷ്യമെന്നാണ് ഈ വിധിയിലൂടെ കോടതി വ്യക്തമാക്കുന്നത്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മുതിർന്നവരുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മറ്റും സ്വകാര്യമായി കാണുന്നതിനെ ന്യായീകരിച്ചാലും കുട്ടികളെ അശ്ലീലമായി ചിത്രീകരിക്കുന്ന ചിത്രങ്ങളും മറ്റും കൈവശം വയ്ക്കുകയും കാണുകയും ചെയ്യുന്നത് അത്തരം സാമഗ്രികൾ സ്ഥിരമായി ആഗ്രഹിക്കാനും ക്രമേണ കുട്ടികളെ ചൂഷണം ചെയ്യാനും ഇടയാക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അലയൻസ് വേഴ്സസ് എസ് ഹരീഷ് കേസിൽ 2024 KHC ഓൺലൈൻ 6515 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം കുട്ടികളെ അശ്ലീലമായി ചിത്രീകരിക്കുന്ന സാമഗ്രികൾ കൈവശം വയ്ക്കുന്നതും കാണുന്നതും ഗുരുതരമായ കുറ്റമാണ്. കാരണം അത് സ്ഥിരമായി അത്തരം സാമഗ്രികൾ ആഗ്രഹിക്കുന്നതിലേക്കും പിന്നീട് കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിലേക്കും നയിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.